ദൈവത്തിന് സ്തുതി. MJTV സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിൻ ജോ അഗസ്റ്റിൻ. പ്രധാന വാർത്തകൾ. സഭയിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിൽ ചേരണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. അമേരിക്കയുടെ പ്രഥമ രക്തസാക്ഷി ഫാദർ സ്റ്റാൻലി റോഥറിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു. കുരിശ് ഒരാഭരണമല്ല, വിശ്വാസത്തിന്റെ അടയാളമെന്ന് മാർപ്പാപ്പ. വാർത്തകൾ വിശദമായി. കുരിശ് ആഭരണമല്ല, വിശ്വാസത്തിന്റെ അടയാളമെന്ന് മാർപ്പാപ്പ. ക്രൈസ്തവരുടെ അടയാളമായ കുരിശ് ധരിക്കാനുള്ള വെറും ആഭരണമല്ല, മനുഷ്യവംശത്തെ മുഴുവൻ തിന്മയിൽ നിന്നും രക്ഷിക്കാൻ ആത്മത്യാഗം ചെയ്ത ക്രിസ്തുവിന്റെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള വിളിയാണ്. ഗ്വാട്ടിമാലയിൽ മരണമടഞ്ഞ 22 പെൺകുട്ടികളുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ക്രിസ്തു ഒരിക്കലും അധികാരിയായിരുന്നില്ല, അവിടുന്ന് എന്നും എളിയ ദാസനായിരുന്നു. ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുത്തോടൊപ്പം പരീക്ഷിക്കപ്പെടുന്നവൻ അവിടുത്തോടൊപ്പം വിജയിക്കുമെന്നും പാപ്പ പറഞ്ഞു. മാനന്തവാടി രൂപത വൈദിക സമ്മേളനത്തിന്റെയും പാസ്റ്ററൽ കൗൺസിലിന്റെയും യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം രൂപത ക്യൂരിയയിൽ നിന്നുള്ള അറിയിപ്പല്ലെന്ന് മാനന്തവാടി രൂപത PRO ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ അറിയിച്ചു. അനൗദ്യോഗികവും അപൂർണവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുതെന്നും ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ അഭ്യർത്ഥിച്ചു. സഭയിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിൽ ചേരണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. കത്തോലിക്ക കോൺഗ്രസ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമായി 25 ലക്ഷം പേർക്ക് അംഗത്വം നൽകുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയുടെ ആത്മായ മുന്നേറ്റത്തിൽ ഏറ്റവും കരുത്താർന്ന മുഖമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റേത്. പരസ്പരം അറിയാനും സഹായിക്കാനുമുള്ള ക്രിസ്തീയ ദൗത്യം കാര്യക്ഷമമായി നിർവഹിക്കാൻ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കണമെന്നും സഭയുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്കും ക്ഷേമത്തിനുമായി വലിയ കാര്യങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന് നിർവഹിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ പ്രഥമ രക്തസാക്ഷി ഫാദർ സ്റ്റാൻലി റോഥറിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു. ഗ്വാട്ടിമാലയിലെ ആഭ്യന്തര സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഫാദർ സ്റ്റാൻലി റോഥറിന്റെ രക്തസാക്ഷിത്വം ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് സഭ അംഗീകരിച്ചത്. ഫാദർ സ്റ്റാൻലിയെ സെപ്റ്റംബർ 23 വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുവാൻ പോകുന്ന വത്തിക്കാന്റെ തീരുമാനം ഓക്ലഹോമ രൂപത ഔദ്യോഗികമായി അറിയിച്ചു. 1968 ഗ്വാട്ടിമാലയിലെ സാന്റിയാഗോ അറ്റിറ്റ്ലൻ എന്ന ഗ്രാമത്തിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനും മിഷൻ പ്രവർത്തനത്തിനുമായി എത്തിയ ഫാദർ സ്റ്റാൻലി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുകയും ആശുപത്രിയും സ്കൂളുകളും കത്തോലിക്ക റേഡിയോ സ്റ്റേഷനും സ്ഥാപിക്കുകയും ചെയ്തു. ഗ്വാട്ടിമാലയിലെ സർക്കാരിനെതിരെ പോരാടിയ ഇടത് റിബലുകൾക്ക് ഗ്രാമീണരുടെ പിന്തുണ ലഭിച്ചിരുന്നതിനാൽ ഫാദർ സ്റ്റാൻലി റോഥറിനെ സംശയത്തിന്റെ കണ്ണുകളിൽ കൂടിയാണ് സർക്കാർ വീക്ഷിച്ചത്. 1981 ജൂലൈ 28 അദ്ദേഹം സേവനം ചെയ്യുന്ന ദേവാലയത്തിന് സമീപത്തുള്ള താമസ സ്ഥലത്ത് വെച്ച് പട്ടാളത്തിന്റെ വെടിയേറ്റ് ഫാദർ സ്റ്റാൻലി മരണം വരിക്കുകയായിരുന്നു. 1996 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഗ്വാട്ടിമാലയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഫാദർ റോഥർ ഉൾപ്പെടെ അന്ന് മരണം വരിച്ച രക്തസാക്ഷികളുടെ പേര് രാജ്യത്തെ മെത്രാൻമാർ നാമകരണ നടപടികൾക്കായി നൽകിയിരുന്നു. വിശ്വാസത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ് ഫാദർ റോഥറിനെ വർഷങ്ങളായി രക്തസാക്ഷിയായാണ് ഗ്വാട്ടിമാലിയൻ സഭ കണക്കാക്കുന്നത്. അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ. 1970കളിൽ ക്രൈസ്തവരുടെ എണ്ണം വെറും 1% മാത്രമായിരുന്ന അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം 30%-നും മേലെ. മണിപ്പൂരിൽ 19% നിന്ന് 41%-ലേക്ക് ക്രൈസ്തവരുടെ എണ്ണം കൂടിയിരിക്കുന്നു. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറിയമേ, എൻ്റെ അമ്മേ, നിന്നെക്കുറിച്ചുള്ള ദർശനങ്ങൾ എൻ്റെ കരളിൽ സുഗന്ധധൂപ ചുരുളുകളാണ്, രക്തബന്ധത്തെക്കാൾ അതിശക്തവും. അമ്മേ, നിന്റെ പേര് പോലൊരു ഇമ്പം ചെമ്മേ എൻ്റെ ചങ്കിലുമേകണമേ. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. ആവേ മരിയ
ആത്മാവിലും ഹല്ലേലൂയ എന്നാവിലും പാടി പാടി ആരാധിക്കാം. ദൂതർക്കൊപ്പം ആനന്ദിക്കാം, അമ്മയൊത്താരാധിക്കാം. മന്നാപേടകം മരിയൻ ഫോർത്ത്. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ, മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. വാർത്തകൾ തുടരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആശംസകൾ നേർന്ന് അമേരിക്ക. പത്രോസിന്റെ പിൻഗാമിയായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിന്റെ 4ാം വാർഷികത്തിൽ ആശംസകൾ നേർന്ന് അമേരിക്ക. US-ഉം വത്തിക്കാനും ചെയ്യുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആശംസ അയച്ച സന്ദേശത്തിൽ പറയുന്നു. ആഗോളതലത്തിൽ മനുഷ്യ സമൂഹം വെല്ലുവിളികൾ നേരിടുന്ന പല മേഖലകളിലും ഇരു കൂട്ടരും ചേർന്നുള്ള പ്രവർത്തനം അനേകർക്ക് ആശ്വാസമായിട്ടുണ്ടെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുകളെ പരിഹരിക്കുവാൻ വത്തിക്കാന്റെ ഇടപെടൽ ഫലം കണ്ടിട്ടുണ്ടെന്നും സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ഇംഗ്ലണ്ടിലെ റാംസ്ഗേറ്റിൽ ആന്തരിക സൗഖ്യധ്യാനം. റാംസ്ഗേറ്റിലെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ ഏപ്രിൽ 7 മുതൽ 9 വരെ ആന്തരിക സൗഖ്യധ്യാനം നടക്കും. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ധ്യാനം. ഇംഗ്ലീഷിൽ നടക്കുന്ന ധ്യാനത്തിന് ഫാദർ ജോർജ് പനക്കൽ VC, ഫാദർ ജോസഫ് ഏടാട്ട് VC, ഫാദർ മാർക്ക് ഹിഗിൻസ് എന്നിവർ നേതൃത്വം നൽകും. കുട്ടികൾക്കുള്ള ധ്യാനവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 018-4358-6904, 077-216-248 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും എഴുത്തുകാരനുമായ നവീൻ ചൗള സന്ദർശിച്ചു. ഇദ്ദേഹം താൻ രചിച്ചു 14 ഭാഷകളിലായി ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട മദർ തെരേസയുടെ ജീവചരിത്രം കർദിനാളിന് സമ്മാനിച്ചു. രാജ്യത്തിനായി സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്നതിനൊപ്പം നവീൻ ചൗള നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മേജർ ആർച്ച് ബിഷപ്പ് അനുമോദിച്ചു. വിശുദ്ധ മദർ തെരേസയുമായും മിഷണറീസ് ഓഫ് ചാരിറ്റിയുമായും 2 പതിറ്റാണ്ടിലധികം നീണ്ട ബന്ധത്തിലൂടെ പാവങ്ങളോടുള്ള കരുതൽ നവീൻ ചൗള തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാക്കിയതായി കർദിനാൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ 16ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന നവീൻ ചൗള താൻ എഴുതിയ മദർ തെരേസയുടെ ജീവചരിത്രത്തിൻ്റെ റോയൽറ്റി തുക മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിച്ചത് എന്ന വസ്തുത ഓരോ ക്രൈസ്തവനും മാതൃകയാക്കേണ്ടതാണ് എന്നാണ് MJTVയുടെ വീക്ഷണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഭയിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും കത്തോലിക്ക കോൺഗ്രസിൽ ചേരണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. അമേരിക്കയുടെ പ്രഥമ രക്തസാക്ഷി ഫാദർ സ്റ്റാൻലി റോഥറിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു. കുരിശ് ഒരാഭരണമല്ല, വിശ്വാസത്തിന്റെ അടയാളമെന്ന് മാർപ്പാപ്പ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്ത സഭാ വാർത്തകൾ ശനിയാഴ്ച രാത്രി 8:30. ദൈവത്തിന് സ്തുതി.